എങ്ങനെയാണോ പ്രിവിലേജ് കാർഡുള്ള ആ സിറ്റീസ് കസ്റ്റമറുടെ വാട്സാപ്പിലേക്ക് ഡിജിറ്റൽ പ്രിവിലേജ് കാർഡ് പോകും. ഈ സോഫ്റ്റ്വെയർ ബില്ലിംഗ് സോഫ്റ്റ്വെയർ നിന്ന് നമ്മൾ ഒന്നും അറിയണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചൈനയിലാണ് ഇവരുടെ മെയിൻ ഓഫീസ്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഞാൻ അവരുടെ പല കോഡുകളും പർച്ചേസ് ചെയ്തു. നല്ല പൈസയായി. ഇങ്ങനത്തെ അഡ്വാൻസ് സോഫ്റ്റ്വെയർ നമ്മളിങ്ങനെ പ്രായമായവർക്കോ അല്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസം എടുക്കാൻ അല്ലെങ്കിൽ ചെയ്യാനുള്ള അവസരം ഇല്ലാണ്ട് പോയവർക്ക് നമ്മൾ ഈ ടെക്നോളജി കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഇതിനെ യൂസ് ചെയ്യുക? 2 സെയിൽ പാനലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് റീറ്റെയിൽ ഡാഡി. ഇന്ന് വരെ ലോകത്തിൽ ആരും 2 സെയിൽ പാനലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മുടെ റീറ്റെയിൽ ഡാഡി ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഞാൻ എൻ്റെ ടീമിനോട് പറഞ്ഞ് ഇത് വേണം വേണ്ട ഇല്ല പറ്റില്ല എന്നുള്ളൊരു ഓപ്ഷൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഗൾഫിലിരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എന്താ കുറച്ച് പ്രൈസി ആയിരിക്കുന്ന ഈ സോഫ്റ്റ്വെയറിന് ഇത്രയൊക്കെ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ അത് പോരാണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യണവർക്ക് കുറെ ഹിഡൻ ചാർജസും കോസ്റ്റുകളും കുറഞ്ഞു കിട്ടി. ഷൂട്ട്സിന്റെ മാനുവൽ കോസ്റ്റ്, മാൻ പവർ കോസ്റ്റ് കുറെ വ്യത്യാസം വരും. മാൻ പവർ കോസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ലൈവ് വെയിങ് മെഷീൻ്റെ ടെക്നോളജി റീറ്റെയിൽ ഡാഡിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, റെയിൻടെക് സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിരിക്കുന്നത്. ലൈവ് വെയിങ് മെഷീൻ സാധാരണഗതിയിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വെജിറ്റബിൾസിന്റെ ഭാഗത്ത് ഒരു സെപ്പറേറ്റ് ഒരു വെയിങ് മെഷീൻ ഉണ്ടാവും. അതിന്റെ ഫ്രണ്ടിൽ ഒരാളെ നിർത്തണം പെർമനന്റ് ആയിട്ട്. ആവത്തിൽ കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ അവിടെ വെച്ച് ബാർകോഡൊക്കെ എടുത്ത് ഒട്ടിച്ച് നേരെ കൗണ്ടറിൽ കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കി ഈ വെയിങ് മെഷീൻ ഏകദേശം 30-35,000 രൂപ വിലയുണ്ട്. എന്തിന് ഇത്രയും പൈസ കൊടുക്കണം? പ്ലസ് എവറി മന്ത് ഈ സ്റ്റാഫിൻ്റെ സാലറി. ഞാൻ വിചാരിച്ചു ഈ കസ്റ്റമേഴ്സ് എല്ലാം ആവശ്യത്തിനുള്ള വെജിറ്റബിൾസോ അല്ലെങ്കിൽ ലൂസ് പ്രൊഡക്ട്സും പെറുക്കിയെടുത്തോട്ടെ, അണ്ടൊരു കൂടിനകത്താക്കി നേരെ കൗണ്ടറിലേക്ക് വന്നോട്ടെ. കൗണ്ടറിൽ ഒരു വെയിങ് മെഷീൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ പേരാണ് ലൈവ് വെയിങ് മെഷീൻ. ലൈവ് വെയിങ് മെഷീൻ അതിൽ വെച്ചോട്ടെ. അപ്പോൾ ഏത് പ്രൊഡക്റ്റാണെന്ന് ജസ്റ്റ് തൊട്ട് കൊടുത്താൽ മാത്രം മതി. അത് തന്നെ വർക്ക് ചെയ്ത് അതിൻ്റെ പ്രൈസ്, അതായത് അതിൻ്റെ വെയിറ്റിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസും കാൽക്കുലേറ്റ് ആകും. അങ്ങനത്തെ ടെക്നോളജി. അപ്പോൾ അതും നമ്മളാണ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത്. ഇപ്പോൾ പലരും അത് എൻ്റെ അത് കോപ്പി ചെയ്തിട്ടുള്ളത്. ഞാനതിന് പേറ്റന്റ് ഒന്നും എടുക്കാൻ പോയില്ല. എങ്കിൽ പോലും ആ ടെക്നോളജി നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ളത് റെയിൻടെക് ആണ്. അപ്പോൾ അത് ഈ വെയിങ് മെഷീന് എനിക്ക് തോന്നുന്നത് 8,000 ആ റേഞ്ചിൽ പ്രൈസേ ഉള്ളൂ. 8,000-8,500 അങ്ങനെയുണ്ട് പ്രൈസേ ഉള്ളൂ. അത് നമുക്ക് ഈ വെയിങ് മെഷീൻ ഡയറക്റ്റ്ലി കമ്പ്യൂട്ടറുമായിട്ട് കേബിൾ ത്രൂ കണക്റ്റഡ് ആണ്. അപ്പോൾ വെയിങ് മെഷീനിൽ ഏത് വെയിറ്റ് വന്നാലും അപ്പം തന്നെ സിസ്റ്റത്തിൽ കാണിക്കും. അത് തന്നെ. അപ്പൊ പിന്നെ എത്ര ടെക്നോളജീസ് ഉള്ളത്. സോ പ്രൈസ് ഡസന്റ് മാറ്റർ, വാല്യൂ ഫോർ മണി ആണല്ലോ. സോ ഇപ്പൊ പിന്നെ മിസ്റ്റർ ഷെബിൻ, നമുക്ക് എല്ലായിടത്തും ഒരു ഡിജിറ്റൽ പേയ്മെന്റ് ആണ്. എല്ലായിടത്തും QR കോഡും എല്ലായിടത്തും പേയ്മെന്റ്സ് ആണ്. ഇപ്പൊ ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം. അതിന് എന്തെങ്കിലും ഒരു, പക്ഷെ എപ്പോ നോക്കിയാലും ഡിലേ ഉണ്ടാവുമല്ലോ. കസ്റ്റമർ ഇപ്പൊ റീറ്റെയിൽ ബിസിനസ്സിനൊക്കെ ഒരു ക്രെഡിറ്റ് റോൾ ഡിലേ ഉണ്ടാവും. അപ്പൊ അതിന് വല്ല, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ UPI പേയ്മെന്റ് അല്ലെങ്കിൽ QR കോഡ് ടെക്നോളജി എന്നൊക്കെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചിന്തിച്ചത് കസ്റ്റമേഴ്സിന് അൺനെസസറി ആയിട്ട് തേർഡ് പാർട്ടി പേയ്മെൻറ്റുകൾ കൊടുക്കണ്ട. അതായത് നമ്മളിപ്പോൾ റാസർ പേ അല്ലെങ്കിൽ പല പല തേർഡ് പാർട്ടി ലിങ്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ താങ്കളൊരു പേയ്മെൻറ്റ് ചെയ്തു, ആ പേയ്മെൻറ്റ് കസ്റ്റമർക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 3 ഡേയ്സിൻ്റെ ഗ്യാപ്പ് എടുക്കും. 2 to 3 days. പ്ലസ് അതിനൊരു സർവീസ് ചാർജ് ഒരു കട്ട് ചെയ്യും, 2%, 1% ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഇത് പാടില്ല. രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പൈസ വന്നു, വിത്തൗട്ട് സർവീസ് ചാർജ് നമ്മുടെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ആ ടെക്നോളജി നമ്മൾ റീറ്റെയിൽ ഡാഡിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഞാൻ ഇംപ്ലിമെൻറ്റ് ടെക്നോളജി എന്ന് വെച്ചാൽ എക്സാക്ട്ലി ഗൂഗിൾ പേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോൺ പേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പേടിഎം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സെയിം ടെക്നോളജിയുടെ കോഡിങ്ങാണ് റീറ്റെയിൽ ഡാഡിക്കകത്തുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീറ്റെയിൽ ഡാഡി സോഫ്റ്റ്വെയർ ഒരു ഫോൺ പേ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ പേ തന്നെയാണ്. ആ ഒരു ടെക്നോളജി സെയിം, അതിൻ്റെ അതേ കോഡിങ് തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മളൊരു ബില്ലടിക്കുമ്പോൾ, കസ്റ്റമർക്കൊരു ബില്ലടിക്കുമ്പോൾ ഈ റീറ്റെയിൽ ഡാഡിയുടെ സെക്കൻഡറി ഡിസ്പ്ലേയിൽ നമ്മൾ സ്കാൻ ചെയ്ത പ്രൊഡക്റ്റുകളെല്ലാം കാണാൻ സാധിക്കും. അതിൻ്റെ സൈഡിൽ തന്നെ ഡൈനാമിക് QR കോഡ് കാണാൻ സാധിക്കും. അതായത് ആ ബിൽ ടോട്ടലിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഡൈനാമിക് QR കോഡാണ്. ഇപ്പോൾ താങ്കളിപ്പോൾ പർച്ചേസ് ചെയ്യാൻ നിൽക്കുകയാണ്, അപ്പോൾ ഞാനിവിടെ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാം സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ വരും. ജസ്റ്റ് നമ്മൾ മൊബൈൽ കാണിക്കുമ്പോൾ തന്നെ, ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം എടുത്ത് കാണിക്കുമ്പോൾ തന്നെ അവത്തിൽ എഴുതി വരും ഇത്ര എമൗണ്ട് ആണെന്ന് തന്നെ. നമുക്കത് പേയ്മെൻറ്റ് ചെയ്യാം, നമുക്കിവിടെ ബില്ല് മേടിക്കാം. അങ്ങനത്തെ ടെക്നോളജി. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ റീറ്റെയിൽ ഡാഡിയിലേക്ക് കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനാണ് ഷോപ്പ് ഓണർ. എൻ്റെ സ്വന്തമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള UPI ID
ഫോൺ പേ പേടിഎമ്മത്തിനകത്തൊക്കെ നമുക്ക് UPI നമ്മുടെ സ്വന്തമായിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ ഷിബിൻ @ICIC അങ്ങനെയൊക്കെ പറഞ്ഞാലാണ് ഈ UPI വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ റീറ്റെയിൽ ഐഡിയിലേക്ക് പേസ്റ്റ് ചെയ്യുക, അതിനകത്ത് സെറ്റിങ്സിനകത്ത് പേസ്റ്റ് ചെയ്യുക, അപ്പോൾ തന്നെ ഇത് വർക്ക് ആയി, വേറെ ഒന്നും ചെയ്യണ്ട. അത്രേ ഉള്ളൂ. അത് വെരിഫൈ ചെയ്യും, സിമ്പിൾ, വളരെ ഈസി ആയിട്ട്. അപ്പോൾ കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഏതും ആയിക്കോട്ടെ, പേഴ്സണൽ അക്കൗണ്ട് ആയിക്കോട്ടെ, കറണ്ട് അക്കൗണ്ട് ആയിക്കോട്ടെ, ഏതിലേക്കും വന്നോളൂ. അത്രയും റവല്യൂഷണറി ടെക്നോളജിയാണ് നമ്മൾ. ഈസി ടു യൂസും കൂടിയാണ്. ഈസി ടു യൂസ്. ഈവൻ കസ്റ്റമേഴ്സ് ഒരു സിംഗിൾ പൈസ പോലും അൺനെസസറി ആയിട്ട് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റന്റ് പേയ്മെൻറ്റും വരും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ടെക്നോളജി റീറ്റെയിലിൻ്റെ അടിക്കകത്ത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഡിസ്പ്ലേ വെക്കുന്നത് തന്നെ വളരെ നല്ല കാര്യമായിരിക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും വളരെ ക്ലിയർ ആയിട്ട്. റീറ്റെയിലിൻ്റെ അടിയിൽ കസ്റ്റമർ ഡിസ്പ്ലേ ബ്യൂട്ടിഫുൾ ആണ്. ഓരോ പ്രൊഡക്റ്റിൻ്റെ പേര്, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്, യൂണിറ്റ്, ക്വാണ്ടിറ്റി, അതിൻ്റെ കറക്റ്റ് അടുക്കിന് താഴത്തേക്ക് വന്നിട്ട് ടോട്ടൽ, GST എമൗണ്ട്, നമ്പർ ഓഫ് ക്വാണ്ടിറ്റി, നമ്പർ ഓഫ് പീസസ്, അങ്ങനെയൊക്കെ വളരെ വൃത്തിയായിട്ട് നമുക്കത് കാണാൻ സാധിക്കും കസ്റ്റമർക്ക്. അപ്പം നമ്മൾ കൂടുതൽ ട്രാൻസ്പെറൻസി ആകുമ്പോൾ തന്നെ കസ്റ്റമറുടെ ട്രസ്റ്റ് കൂടും. ഇപ്പം തന്നെ നമ്മൾ ചില സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്, ഒന്ന് സ്കാൻ ചെയ്ത് പിന്നെ സ്കാൻ ചെയ്ത്, അപ്പം നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ പ്രോഡക്റ്റ് 2 പ്രാവശ്യം ഒരു പൈസ എടുത്തോ, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഈ കസ്റ്റമർ ഡിസ്പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ കസ്റ്റമർക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ അവർക്കൊരു ട്രസ്റ്റ് ഫീൽ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, സോ നൈസ്. ഇത്രയും കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇത്രയും ഫീച്ചേഴ്സ് കണ്ടിട്ടുണ്ട്. 1-2 ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ എല്ലാം ഓൾ ഇൻ ഓൾ എല്ലാം ആലോചിച്ച് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തേക്കാണ് ഇതിൽ. അപ്പം നമുക്ക് ഈ റീറ്റെയിൽ ഡാഡി ഒരാൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് കാണുന്നവർക്കോ അറിയുന്നവർക്കോ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രൊസീജിയർ? നമ്മുടെ കസ്റ്റമർ കെയറിനെ വിളിക്കാം. കോൺടാക്ട് നമ്പറുകൾ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ മുകളിൽ തന്നെ ഇട്ടേക്കാൻ വേണമെങ്കിൽ, അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആൾക്കാർക്ക് പല സംശയങ്ങളുണ്ടാവും, പല ഡൗട്ടുകളുണ്ടാവും. എങ്ങനെയാണ് സോഫ്റ്റ്വെയർ, ഈ ഫീച്ചറുണ്ടോ അതോ ഫീച്ചറുണ്ടോ, അങ്ങനെയുള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാം. അവരെല്ലാം ഡെമോ കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയാൻ നേരത്ത്, കസ്റ്റമർ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആഫ്റ്റർ സെയിൽസ് ടീമാണ് പിന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് അവർ ഇൻസ്റ്റലേഷൻ, അതിൻ്റെ ട്രെയിനിങ്, പിന്നെ ചില ആൾക്കാർക്ക് പ്രിൻ്റർ, ഹാർഡ്വെയർ എല്ലാം വേണം. അപ്പോൾ നമ്മളത് കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട്. പേപ്പർ റോൾ, സ്റ്റിക്കർ റോൾ എല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ ഇത്. അപ്പോൾ കസ്റ്റമർ ഒരു കമ്പ്യൂട്ടർ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഈ കോംബോ പാക്ക് മേടിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് എല്ലാം ആയി. അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതും നമ്മൾ ഇവിടുന്ന് തന്നെ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. എല്ലാം ചെയ്തിട്ട് ഫൈനലി അവർക്കത് അവരുടെ പ്രോഡക്റ്റുകൾ വരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ പുതിയതായിട്ട് തുടങ്ങുക, അല്ലെങ്കിൽ ഗാർമെൻറ്റ്സ് ആയിട്ട് പുതിയതായിട്ട് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിക്കോട്ടെ, ഒരുപാട് പ്രോഡക്ട്സുകൾ അവരുടെ കയ്യിൽ കാണും. അപ്പോൾ അതെല്ലാം നമുക്കൊരു എക്സൽ ഷീറ്റിലേക്ക് ഇട്ടിട്ട് ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ടെക്നോളജിയാണ്. ഈവൻ അതിൻ്റെ ബാർകോഡ് വരെ നമുക്ക് എക്സൽ ഷീറ്റ് വഴി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ചില പ്രോഡക്റ്റുകൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് ബാർകോഡുകൾ ഉണ്ടാവും. അപ്പോൾ ആ ബാർകോഡ് തന്നെ നമുക്ക് നമ്മുടെ പ്രൈസ് ഇട്ട് ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വേണ്ട നമുക്ക് കസ്റ്റമൈസ്ഡ് ബാർകോഡ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ സംവിധാനം ഇവിടുന്ന് ചെയ്തു കൊടുക്കും. പിന്നെ അതുകൂടെ